നമ്മുടെ സംസ്കാരം എന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. And an integration of culture. Now, keeping in mind the diversity of the people gathered here, may I switch over to English. We are gathered here to celebrate Chetana UK's second annual day. Every year, we come together to celebrate the achievements of the year past. We do this by showcasing the cultural talent of our members as well as those who choose to celebrate with us. Today, we have laid on a cultural feast that presents the diversity of India. We have performers from the Gujarat, the Punjab, Tamil Nadu and the Bengal. We also have performances by children of our own dance school led by Mr. Santosh Menon. This dance group holds a special place in our hearts as it has come a long way from inception. May I request every one of you to stand up for a prayer song sung by Deepa Santosh. I now call upon Joint Secretary Mr. Binoy Matthew to deliver the welcome speech. Very good afternoon to you. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ നമ്മോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ വന്ന നമ്മുടെ വിശിഷ്ട അതിഥി, the Honorable Member of Indian Parliament, Sri M. P. Rajesh, ക്ഷേത്രയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കുമാർ, ക്ഷേത്രയെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ജനസമൂഹമേ, സഹോദരി സഹോദരന്മാർ. First of all, I would like to thank you all for your great presence to make this event more colorful, more attractive and more successful. Chetana UK എന്ന സംഘടന കഴിഞ്ഞ 2 വർഷമായി വളരെ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന കാര്യം നാം ഏവർക്കും അറിയാവുന്നതാണ്. പൂൾ ബോർമോത്ത് പ്രവിശ്യയിലെ ഒരു പറ്റം ചെറുപ്പക്കാരുടെ മനസ്സിൽ വ്യത്യസ്തതയാർന്ന ആശയങ്ങളും
ആവിഷ്കാര രീതികളുമൊക്കെ വ്യത്യസ്തമായി ചെയ്യണമെന്ന ഒരു സ്വപ്നം ഒരു സംഘടനയായി വളർന്ന് ഇത്രയും വലിയ ഒരു ചരിത്ര സംഭവമായി മാറുമ്പോൾ തീർച്ചയായും ചേതനായുക്തിയുടെ പിന്നിൽ അതിൽ പ്രവർത്തിച്ച പല വ്യക്തികളുടെയും ത്യാഗപരിപൂർണമായ മനോഭാവവും വിലയേറിയ സമയം ചിലവഴിക്കുന്നതുമൊക്കെ ഇതിന് പിന്നിലുണ്ട്. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ചേതനായുക്തിയുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കുകളും ഔദ്യോഗികമായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ കലാ സാംസ്കാരിക സംഘടനയ്ക്ക് തുടക്കം മുതൽ പ്രചോദനം നൽകി പ്രോത്സാഹനം നൽകി ഇന്ന് നമ്മോടൊപ്പം അദ്ദേഹത്തിൻ്റെ മഹാ സാന്നിധ്യം അറിയിച്ച the Honorable Member of Indian Parliament, Sri M.P. Rajesh. I would like to welcome on behalf of Chetana UK and all of you. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ചേതന UK പ്രസിഡന്റ് ശ്രീ നോബൽ. ആത്മാർത്ഥമായ അർപ്പണ മനോഭാവം, ഓരോ കാര്യങ്ങളിലും അതിൻ്റെതായ പരിപൂർണത വേണം എന്നങ്ങേയറ്റം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അത് പ്രാവർത്തികമാക്കുവാൻ അങ്ങേയറ്റം പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ നോബലിന് ഈ സംഘടനയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജനറൽ സെക്രട്ടറി ശ്രീകുമാർ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, തുടക്കം മുതലേ ഈ കൊച്ചാശയത്തെ ഇത്രയും വലിയ പ്രാവർത്തികമാക്കി മാറ്റുവാൻ ഇന്ന് UK അറിയപ്പെടുന്ന സംഘടനകളിൽ ഒന്നായി ഈ ചേതന UK വളർത്തുവാൻ അഹോരാത്രം യത്നിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ശ്രീകുമാർ. തീർച്ചയായും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും വിനയപൂർവ്വം ഈ ചേതന UKയുടെ ആനുവൽ സെലിബ്രേഷനിലേക്ക് ചേതന UKയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചേതന UKയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വളരെയധികം ആളുകൾ ദൂരെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കൊവൻട്രി, മാഞ്ചസ്റ്റർ, പോർട്സ്മൗത്ത്, ബാത്ത് എന്നീ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്നവർക്കും വന്നുകൊണ്ടിരിക്കുന്നവർക്കും ചേതന UKയുടെ പേരിലുള്ള സ്വാഗതം ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ചേതന UKയുടെ പേരിൽ ചേതന UKയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടെ എന്നും നിലകൊണ്ട എല്ലാ നല്ല കാര്യങ്ങളെയും കലയെയും സംസ്കാരത്തെയും എന്നും പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരെയും ചേതന UKയുടെ പേരിൽ ഇതിൻ്റെ ഓരോ പ്രവർത്തകരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള ചേതന UKയുടെ വിജയഗാഥയിൽ നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടാകും എന്നുള്ള ആത്മാർത്ഥമായ ആശംസയോടും ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആശംസകളോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.